അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നമ്മൾ എന്താണ് നോക്കിയത് സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോ ആണ് നമ്മൾ ഇന്നലെ ഇട്ടത്. ഇന്ന് നമ്മൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ ചെറിയ വെരി ഷോർട്ട് ആൻസറിലെ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫ് ഇഫ് എ ഈക്വൽ ടു എക്സ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. അപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്താനാണ് പറഞ്ഞേക്കണേ, റോസ്റ്റർ ഫോം ചെയ്താനാണ് പറഞ്ഞേക്കണേ. റോസ്റ്റർ ഫോം എങ്ങനെ ചെയ്താൽ എ ഈക്വൽ ടു ഡബിൾ ബ്രാക്കറ്റിനകത്ത് പ്രൈം നമ്പർ ലെസ് ദാൻ 10. നമുക്ക് 10 വരെയുള്ള ആദ്യം പ്രൈം നമ്പർ ആദ്യം എഴുതാം. 2 3 അല്ല ബ്രാക്കറ്റിൻ്റെ അകത്ത് തന്നെ എഴുതിയിട്ട് പ്രൈം നമ്പർ ലെസ് ദാൻ 10 എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, 2 എഴുതാം, 3 എഴുതാം, എത്ര എഴുതാം, 5 എഴുതാം, 7 എഴുതാം. അടുത്ത പ്രൈം നമ്പർ എത്രയാണ്, 11 ആണ്. 11 എന്താ 10നേക്കാളും വലുതാണ്, അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, അത് വരത്തില്ല. അപ്പോൾ പ്രൈം നമ്പർ ലെസ് ദാൻ 10 അതിൻ്റെ റോസ്റ്റർ ഫോം എങ്ങനെ എഴുതാം, എ ഈക്വൽ ടു ബ്രാക്കറ്റ് 2 3 5 7. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. എ എന്ന് പറയുന്നത് എന്റെ സബ്സെറ്റ് ആണ്, ബി എ സബ്സെറ്റ് ആണ്, അതേപോലെ ബി എന്ന് പറഞ്ഞാൽ എന്റെ സബ്സെറ്റ് ആണ്, എ എന്നതിൻ്റെ സബ്സെറ്റ് ആണ്. ദെൻ വാട്ട് ക്യാൻ യു കൺക്ലൂഡ് അബൌട്ട് എ ആൻഡ് ബി. ഇതിൻ്റെ ആൻസർ എന്താണ്, സിമ്പിൾ, എ ഈക്വൽ ടു ബി ആയിരിക്കും. കാരണം എയുടെ സബ്സെറ്റാണ് ബി. അപ്പോൾ എക്കകത്തുള്ള എല്ലാ എലമെൻറ്റും, ഇപ്പോൾ എക്കകത്ത് 1 2 ആണ് എലമെൻ്റ് ഉള്ളതെങ്കിൽ അത് തന്നെ ആയിരിക്കും, അതിൻ്റെ അകത്ത് എത്ര എലമെൻ്റ് ഉണ്ടോ ആ എലമെൻ്റ് തന്നെ ആയിരിക്കും എന്ത് ഉള്ള ബിയിലുള്ളത്. ബിയിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു എലമെൻ്റ് കാണും എന്ന് നമുക്ക് വയ്ക്കാം. അതേപോലെ ബിയിലെ സബ്സെറ്റാണ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരാം, ഇതിനെ തിരിച്ചും പറയാം. അപ്പോൾ ബിയിൽ എന്തായിരിക്കും, 1 ഉം 2 ഉണ്ടെങ്കിൽ എയിൽ എന്താണ്, ഇതിൽ 1 2 ഏതെങ്കിലും ഒന്ന് കാണുമെന്ന് പറയാം. അപ്പോൾ ഇത് രണ്ട് ഒരുമിച്ച് നമുക്കൊരു കണ്ടീഷനിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിൽ എന്തായിരിക്കണം, രണ്ടിലും ഒരേ നമ്പർ ഉണ്ടെങ്കിലേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താകാൻ പറ്റത്തുള്ളൂ, സബ്സെറ്റ് ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എ ഈക്വൽ ടു ബി ആണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്, എ മൈനസ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ മൈനസ് ബി, എ എന്ന് പറഞ്ഞ സബ്സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, 1 2 3 4 എന്ന് തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞ സബ്സെറ്റ് തന്നിട്ടുണ്ട്, 3 4 5 6 എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എ മൈനസ് ബി ആണ് കണ്ടുപിടിക്കാൻ. എ മൈനസ് ബി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് വേണമെങ്കിൽ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ 1 2 3 4 എന്ന് പറയുന്ന സെറ്റാണ് എ എന്ന് പറയുന്ന സെറ്റ്. അതേപോലെ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കും, മൈനസ് ആണ്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സെറ്റ് രണ്ടിൽ കോമൺ ആയിട്ട് എന്തുണ്ട്, 3 4 ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 4 എന്തായി ക്യാൻസൽ ആയി പോകും, 1 2 എന്ന് കിട്ടും. ഇതെല്ലാം നമുക്ക് ചെയ്യാം. എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന സെറ്റും സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇതിൽ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇതാ, ഇത് രണ്ടും രണ്ടിടത്തും ഉണ്ട്. അതിനെ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എയിൽ എത്ര വരും, ഇതാണ് ആൻസറായിട്ട് വരുന്നത്. സ്റ്റെപ്പായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാനായിരിക്കും നല്ലത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അടുത്ത് ചോദിച്ചാൽ പ്രൂവ് ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം, അപ്പോൾ ഇതിനെ പ്രൂവ് ചെയ്യാൻ നമ്മളത് ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, LHS ഈക്വൽ ടു RHS ആണോ എന്ന് നോക്കണം. ഇതാണ് നമ്മൾ ഇതിൽ ചെയ്യാനുള്ളത്. LHS ഈസ് ഈക്വൽ ടു RHS കിട്ടിയാൽ നമുക്ക് എന്താവും, ശരിയാണെന്ന് പറയാം. അപ്പോൾ LHS എന്തുവാ, LHS ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ദി ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. എ ഇൻ്റർസെക്ഷൻ ബി ദി ഹോൾ കോംപ്ലിമെൻ്റ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം, എ ഇൻ്റർസെക്ഷൻ ബി കൂടാതെ എ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ ഇൻ്റർസെക്ഷൻ ബി കൂടാതെ ബാക്കിയല്ല. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, യൂണിവേഴ്സ് സെറ്റ് ചെയ്യുന്ന എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കുമല്ലോ നമുക്ക് എന്തായിരിക്കും, എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് കൂടാതെ ബാക്കിയെല്ലാം എന്നാണ് അർത്ഥം. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി, യൂണിവേഴ്സ് സെറ്റിൻ്റെ അകത്തുള്ളതാണ് ബാക്കിയെല്ലാം. അപ്പോൾ അതിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി കുറയ്ക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടുന്നത്. അതേപോലെ RHS നോക്കാം. RHSൽ എന്താ പറയുന്നത്, എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് എന്താ പറയുന്നത്,
യു മൈനസ് എനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അതായത് യുവിൻ്റെ അകത്തുള്ള എല്ലാത്തിൽ നിന്നും എക്കകത്തുള്ള എല്ലാ എലമെന്റും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, യു കോംപ്ലിമെന്റ് കിട്ടും. അതേപോലെ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ യു അല്ലേ, യൂണിയന്റെ സിമ്പിളാണ്. യു കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, യു മൈനസ് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്നത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുന്നതായിട്ടാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത്. ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് വേണം നമുക്ക്, അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയത്, യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എയുടെ പാർട്ട് മൈനസ് ചെയ്യാൻ കിട്ടുന്നതും യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബിയുടെ പാർട്ട് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതും തമ്മിലുള്ള യൂണിയനാണ് കിട്ടിയത്. ഇപ്പോൾ നമുക്കിവിടെ എന്തെന്ന് കിട്ടി, യു മൈനസ് എ യൂണിയൻ യു മൈനസ് ബി എന്ന് കിട്ടി. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ മൈനസ് ചെയ്യണം, യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, ബി മൈനസ് ചെയ്യണം. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ മൈനസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എ വരാതെ ബാക്കിയെല്ലാം വരും. അതേപോലെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബി മൈനസ് ചെയ്യണം, ബി വരാതെ ബാക്കിയെല്ലാം വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് വരും, ബീൻ്റെ പാർട്ട് വരും. അപ്പോൾ ഇതെടുക്കുമ്പോൾ എന്താ ഇതിനകത്ത് ബീൻ്റെ പാർട്ടും വരും, ഇതിൻ്റെ അകത്ത് എന്റെ പാർട്ടും വരും. ഇത് രണ്ടിൻ്റെയും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും ആൻസർ ആയിട്ട് കിട്ടണേ, ഇതിൽ ആകെ വരാത്തത് എന്താണ്, എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള പോർഷൻ മാത്രമേ എന്തിൽ വരാതെ ഉള്ളൂ, ഇതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ വരാതെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് തന്നെ നമുക്ക് കിട്ടുള്ളൂ, യു, ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ, യു മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് തന്നെയാണ് കിട്ടുന്നത്. ഇനി ഇത് പറഞ്ഞപ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പം ഞാൻ എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഇത് വെൻ ഡയഗ്രത്തിലും കൂടെ ഒന്നും കൂടെ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു വെൻ ഡയഗ്രാം വരയ്ക്കുകയാണ്. വെൻ ഡയഗ്രാം വരയ്ക്കാം. അതിൽ ഞാൻ എനെ റെഡിലും ആണ് എ എന്ന് പറയുന്ന സെറ്റ്, അതേപോലെ ബി എന്ന് പറയുന്ന സെറ്റിനെ ഓറഞ്ചിലും മാർക്ക് ചെയ്യുവാണ്. ആണ് ബി എന്ന് പറയുന്ന സെറ്റ്. അപ്പം ഞാൻ ഇവിടെ എ അടുത്ത് ചെയ്യാൻ പോകുന്നത് യു മൈനസ് എ ചെയ്യാൻ പോവാണ്. യു മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്ത് വരത്തില്ല, എ വരാതെ ബാക്കി എല്ലാ ഭാഗങ്ങളും വരത്തില്ലേ. ഇപ്പം യു എന്ന് പറഞ്ഞാൽ ഏതാണ്, എ എന്ന് പറഞ്ഞാൽ എന്താണ്, റെഡിൽ മാർക്ക് ചെയ്തതാണ്. യു എന്ന് പറഞ്ഞാൽ ആ ബോക്സ് ആണ്, ഡയഗ്രത്തിൻ്റെ ബോക്സ് ആണ്. ആ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് വരും. അതിൻ്റെ അകത്ത് ഏത് പാർട്ട് മാത്രം വരത്തില്ല, എയുടെ പാർട്ട് മാത്രം വരത്തില്ല. അപ്പം എന്താ, ഇത്രയും ഭാഗമായിരിക്കും എന്തിൽ പറഞ്ഞത്, ഈ ഭാഗമാണ് എന്ത് പറഞ്ഞത്, യു മൈനസ് എയിൽ വരണം. ഇനി അടുത്ത് നമുക്ക് എന്ത് വേണം, യു മൈനസ് ബി വേണം. യു മൈനസ് ബിക്ക് വേണ്ടി അടുത്ത് വേറെ, അപ്പം ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഭാഗമാണ് ബി. ഇത് കൂടാതെ ബാക്കിയെല്ലാം വരും. നമുക്ക് എന്ത് കിട്ടുന്നത്, ഇങ്ങനെ ഒരു പോർഷനാണ് ഷെയ്ഡ് ചെയ്ത് കിട്ടുന്നത്. ഈ ഒരു പോർഷൻ ആയിരിക്കും നമുക്ക് ഷെയ്ഡ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിലും ഷെയ്ഡ് ചെയ്തപ്പോൾ ഷെയ്ഡ് ഒന്നും വരാത്ത ഒരൊറ്റ പോർഷനെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എന്താണ്, ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. അപ്പം യു മൈനസ്, അപ്പം യൂണിയൻ എടുക്കുമ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും, ഇവിടെ ഷെയ്ഡൊന്നും ഇല്ലാത്ത പോർഷൻ മാത്രമേ അത്, ഇവിടെ യു എന്ന് പറയുമ്പോൾ ഇത് ഫുൾ ഉണ്ട്. അതിൽ ഒരു ഷെയ്ഡും വരാത്ത എത്ര പോർഷനേ ഉള്ളൂ, എ ഇന്റർസെക്ഷൻ ബി എ ഉള്ളൂ. അപ്പോൾ യൂണിയൻ എടുക്കുമ്പോൾ എന്തായിരിക്കും പറഞ്ഞാൽ, യു മൈനസ് എ ഇന്റർസെക്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഗ്രാഫ് വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലാവും. അതിനാണ് ഞാൻ വെൻ ഡയഗ്രം കൂടെ വെച്ച് പറഞ്ഞത്. ഇതിൽ നിന്ന് തന്നെ നമുക്കിവിടെ ആൻസർ എടുക്കാൻ പറ്റും. പക്ഷേ ഇത് വെൻ ഡയഗ്രം കൂടെ വെച്ചൊന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, നമുക്ക് LHSഉം RHSഉം ഈക്വൽ ആണെന്ന് കിട്ടി. ഈക്വൽ ആണെന്ന് കിട്ടിയാൽ നമുക്ക് അറിയാം ഇതെന്താണ്, ഹെൻസ് പ്രൂവ്ഡ് ആണ്. ഇതാണ് എൻ്റെ ആൻസർ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പാണ്. നേരത്തെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നോക്കിയെങ്കിൽ അടുത്ത 2 മാർക്ക്, 2-3 മാർക്ക് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഇത് അടുത്ത് നോക്കാൻ പോകുന്നത്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് മാർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. പക്ഷേ ഇതാണ് സാധനം. അപ്പോൾ ഇതിലും നമുക്ക് വേറെ വലുതായിട്ട് പാടായിട്ടൊന്നും വരാനില്ല. ഇതിൽ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഒരു യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന ആദ്യത്തെ സെറ്റ് തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്,
ആദ്യം കണ്ടുപിടിക്കാനുള്ള എ കോംപ്ലിമെൻ്റ് ആണ്. നമുക്ക് എ കോംപ്ലിമെൻ്റ് ആദ്യം കണ്ടുപിടിക്കാം. എ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ കൂടാതെ ബാക്കി എന്തൊക്കെ ഉണ്ടോ അതൊക്കെയാണ്. അപ്പോൾ എ കൂടാതെ ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുമ്പോൾ യൂണിവേഴ്സൽ സെറ്റിൻ്റെ അകത്ത് 1 ഉണ്ട്. അതെന്തിലും ഉണ്ട്? എയ്ക്കകത്തും ഉണ്ട്. അപ്പോൾ 1 എഴുതാൻ പറ്റത്തില്ല. അടുത്തുള്ളത് 2 ആണ്. 2 എന്തില്ല? എ എന്ന് പറയുന്ന സെറ്റിലില്ല. അപ്പോൾ 2 വരും. 3 എന്തുണ്ട്? യൂണിവേഴ്സൽ സെറ്റിലും ഉണ്ട്, എ എന്ന് പറഞ്ഞ സെറ്റിലും ഉണ്ട്. അപ്പോൾ 3 വരത്തില്ല. അടുത്ത 4 നോക്കുമ്പോൾ 4 എന്തില്ല? എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ അകത്തില്ല. അതുകൊണ്ട് 4 എടുക്കാം. അടുത്ത 5 എടുക്കുമ്പോൾ രണ്ടിടത്തും വരുന്നുണ്ട്. 6 നോക്കുമ്പോൾ എന്തില്ല? 6 ഈ സെറ്റിൻ്റെ അകത്തില്ല. അടുത്ത 7 നോക്കുമ്പോൾ ഉണ്ട്, 8 നോക്കുമ്പോൾ ഇല്ല, 9 നോക്കുമ്പോൾ ഇവിടെ ഉണ്ട്, അടുത്ത 10 നോക്കുമ്പോൾ ഇല്ല. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്താണ് കിട്ടിയത്? 2, 4, 6, 8, 10 എന്നാണ് കിട്ടിയത്. അതേപോലെ ബി കോംപ്ലിമെൻ്റ് നോക്കാം. ബി കോംപ്ലിമെൻ്റ് എന്തൊക്കെ കിട്ടും? ഇവിടെ 1 ഉണ്ട്, പക്ഷേ ബിയിൽ എന്തില്ല? 1 ഇല്ല. അപ്പോൾ 1 വരും. 2 ഉണ്ട്, രണ്ടിടത്തും ഉണ്ട്. 3 രണ്ടിടത്തും ഉണ്ട്. 4 ഇല്ല. അപ്പോൾ 4 എഴുതാം. അത് കഴിഞ്ഞിട്ട് 5 ഉണ്ട്, 6 ഇല്ല. അപ്പോൾ 6 വരും. 7 രണ്ടിടത്തും ഉണ്ട്. അടുത്ത് 7 വരെ ഉള്ളൂ. അപ്പോൾ 8, 9 രണ്ടും വരും. അപ്പോൾ ബി കോംപ്ലിമെൻ്റ് എന്ന് കിട്ടി? 1, 4 ആണ്. 1, ഇവിടെ എന്ത് പറ്റി? 4 വന്നു, പിന്നെ 6 വന്നു, 8 വന്നു, 9 വന്നു, 10 വന്നു. ഇത്രയാണ് നമുക്ക് എന്ത് കിട്ടിയത്? ബി കോംപ്ലിമെൻ്റ് കിട്ടിയത്. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എ കോംപ്ലിമെൻ്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. എ കോംപ്ലിമെൻ്റ് നമുക്ക് ഇവിടെ കിട്ടി, ബി കോംപ്ലിമെൻ്റ് കിട്ടി. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതാണ്. രണ്ടിൽ കോമൺ ആയിട്ട് ഏതൊക്കെ ഉണ്ട്? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ടോ? 2 ഇല്ല. അപ്പോൾ ഇത് വരത്തില്ല. ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ എന്തുണ്ട്? 4 ഉണ്ട്. അപ്പോൾ എന്ത് വരും? 4 വരും. ഇവിടെ ഒരു 6 ഉണ്ട്, അപ്പോൾ ഇവിടെ എന്തുണ്ട്? 6 ഉണ്ട്. അപ്പോൾ ഇവിടെ 6 വരും. ഇവിടെ ഒരു 8 ഉണ്ട്, ഇവിടെ എന്തുണ്ട്? 8 ഉണ്ട്. അപ്പോൾ എന്തും വരും? 8 വരും. ഇവിടെ 10 ഉണ്ട്, ഇവിടെ എന്തുണ്ട്? 10 ഉണ്ട്. അപ്പോൾ എന്ത് വരും? 10 വരും. അപ്പോൾ ഈ 9 എന്തില്ല? 9 വരത്തില്ല, 1 വരത്തില്ല. ഇത് ഇത്രയായിരിക്കും വന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും? 4, 6, 8, 10 ആയിരിക്കും എന്ത്? എ കോംപ്ലിമെൻ്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന്റെ ആൻസർ. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇഫ് എ ഈസ്, നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലാണ് രണ്ടും തന്നേക്കുന്നത്. അപ്പോൾ ആദ്യം അതിന് എന്താക്കണം? റോസ്റ്റർ ഫോമിലാക്കണം. ഇവിടെ പറഞ്ഞേക്കണേ എ ഈക്വൽ ടു എക്സ്, എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്? ബി ഈക്വൽ ടു എക്സ്, എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 15 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യം റോസ്റ്റർ ഫോം എഴുതണം. അപ്പോൾ റോസ്റ്റർ ഫോം എഴുതാം. അപ്പം എന്റെ റോസ്റ്റർ ഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പം എന്ത് വരും? 3, 6, 9, 15, 12, 15, 18 ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നമുക്കിതിൽ എവിടെ ഇത് ഏത് വരെ നമ്പറിൽ വരെ ബാധകമെന്ന് പറയാനില്ല. അപ്പോൾ ഇതങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ട് ഇൻഫിനിറ്റി വരെ റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. അതേപോലെ ബി എന്നിന്റെ റോസ്റ്റർ ഫോം എന്തായിരിക്കും? ബിന്റെ റോസ്റ്റർ ഫോം മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. 5 എന്ന് പറയുമ്പോൾ എന്ത് വരും? 5 വരും, 10 വരും, 15 വരും, 20 വരും. പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. അപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റും കിട്ടി, ബി എന്ന് പറഞ്ഞ സെറ്റും കിട്ടി. നമുക്കിതിന്റെ ഇന്റർസെക്ഷൻ ആണ് വേണ്ടത്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് എപ്പോഴൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 5ന്റെയും 3ന്റെയും LCM അങ്ങോട്ട്. LCM എടുക്കുമ്പോൾ ഇത് രണ്ടും പ്രൈം നമ്പറാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും എടുത്ത് നോക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ കിട്ടും. രണ്ടും പ്രൈം നമ്പർ ആയതുകൊണ്ട് തന്നെ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് തന്നെ ആയിരിക്കും അവിടുത്തെ LCM. അപ്പോൾ എന്ത് തന്നെ വരും? 15 ആണ് നമ്മൾ LCM ആയിട്ട് വരുന്നത്. അപ്പം നമുക്കിതിൻ്റെ ആൻസർ കറക്റ്റ് നമുക്കിതൊന്ന് എഴുതാതെ തന്നെ ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റും. കാരണം എന്താ? ഇതിൽ കോമൺ ആയിട്ട് വരുമ്പോൾ ഏതിൻ്റെ ടേബിളേ വരുള്ളൂ? 15ന്റെ ടേബിളിലുള്ള നമ്പേഴ്സേ വരുള്ളൂ, അല്ലെങ്കിൽ 15ന്റെ ഫാക്ടേഴ്സ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഏതൊക്കെ വരും? 15, 30, 45 ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്ത് പോകുന്നത്? നമ്പർ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന സെറ്റ് കിട്ടി, ബി എന്ന് പറയുന്ന സെറ്റിന്റെ റോസ്റ്റർ ഫോം എഴുതി. അപ്പോൾ ഇതിന് ഞാൻ ഇവിടെ റോസ്റ്റർ ഫോം എഴുതാൻ കാരണം ഇതിനെല്ലാം പ്രത്യേകം മാർക്ക് കാണും, അതുകൊണ്ടാണ് അത് എഴുതിയത്. പിന്നെ LCM നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ എന്ത് മാത്രം മതി?
5ൻ്റെയും 3ൻ്റെയും LCM എടുത്ത് അത് ഏതാണോ കിട്ടുന്നത് അത് വെച്ച് റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ ഫാക്ടേഴ്സ് വെച്ച് റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ മൾട്ടിപ്പിൾസ് വെച്ച് റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? A ഇൻ്റർസെക്ഷൻ B കിട്ടും. ഫാക്ടേഴ്സ് അല്ല, മൾട്ടിപ്പിൾസ് ആണ്. മൾട്ടിപ്പിൾസ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വെരിഫൈ ഡിമോർഗൻസ് ലോ ആണ്. ഡിമോർഗൻസ് ലോ വെരിഫൈ ആണ്. അപ്പം വെരിഫൈ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഡിമോർഗൻസ് ലോ എന്താണെന്ന് നോക്കാം. ഡിമോർഗൻസ് ലോ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ അല്ല, A യൂണിയൻ B ദി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താവണം? A കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ് ആവണമെന്നാണ് എന്ത് പറയുന്നത്? ഡിമോർഗൻസ് ലോ പറയുന്നത്. അപ്പം ഇത് ശരിയാണോ എന്ന് നോക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ LHS കണ്ടുപിടിക്കുക, പിന്നെ RHS കണ്ടുപിടിക്കുക. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്താണ് ഡിമോർഗൻസ് ലോ വെരിഫൈ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് ആദ്യം എന്തൊക്കെ വേണം? നമുക്ക് A യൂണിയൻ B വേണം, A കോംപ്ലിമെൻ്റ് വേണം, B കോംപ്ലിമെൻ്റ് വേണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ആദ്യം ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? A യൂണിയൻ B കണ്ടുപിടിക്കാം. A യൂണിയൻ B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എയിലും ബിയിലും കൂടെ വരുന്നത്. അപ്പോൾ ഇവിടെ 1 2 3 എന്തായാലും വരും. എയിലുള്ള 1 2 3 വരും. ഇവിടെ 2 3 റിപ്പീറ്റ് ആണ്. അപ്പോൾ അത് വീണ്ടും എഴുതണ്ട. പിന്നെ എന്തൊക്കെ വരും? 4 5 വരും. അതേപോലെ തന്നെ A കോംപ്ലിമെൻ്റ് ആയിട്ട് എന്ത് കിട്ടും? A കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിലും അല്ല ബാക്കിയുള്ളത്. എയിലുള്ളത് എന്തൊക്കെയാണ്? 1 2 3. അപ്പോൾ ഇവിടെ ബാക്കി വരുന്നത് എന്തൊക്കെയാണ്? 4 5. 4 5 മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ ഒരു യൂണിവേഴ്സ് സെറ്റ് എന്തൊക്കെയാണെന്നും യൂണിവേഴ്സ് സെറ്റിൻ്റെ അകത്ത് ഏതൊക്കെ എലമെൻ്റ് ഉണ്ടെന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് മാത്രം എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് B കോംപ്ലിമെൻ്റ്. B കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ബിക്കകത്തുണ്ട്, പക്ഷേ ബിക്കകത്തുള്ള എലമെൻറ്റ്സ് ഒന്നും ഇല്ല, കൂടാതെ ബാക്കി ഏതുണ്ട്? ഇവിടെ 1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നും കൂടെ കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടി A യൂണിയൻ B കിട്ടി, A കോംപ്ലിമെൻ്റ് കിട്ടി, B കോംപ്ലിമെൻ്റ് കിട്ടി. ഇനി നമുക്ക് LHS ആദ്യം അപ്ലൈ ചെയ്ത് നോക്കാം. LHS ഈക്വൽ ടു എന്താണ്? A യൂണിയൻ B ദി ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. A യൂണിയൻ B എന്താണ് കിട്ടിയത് നമുക്ക്? A യൂണിയൻ Bക്കകത്ത് തന്നെ ഫുൾ എലമെൻറ്റും ഉണ്ട്. അപ്പം അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നൾ സെറ്റ് ആയിരിക്കും കിട്ടുന്നത്. അതായത് അതിൻ്റെ സെറ്റിൻ്റെ അകത്തൊന്നുമില്ല. കാരണം നമുക്ക് ഇവിടെ യൂണിവേഴ്സൽ സെറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഈ ഉള്ള നമ്പേഴ്സിൻ്റെ അകത്ത് യൂണിവേഴ്സൽ സെറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതെന്താണ്? നള്ളാണ് കിട്ടിയത്, അല്ലെങ്കിൽ എന്താണ് MD സെറ്റാണ് കിട്ടിയത്. ഇപ്പം അടുത്ത് RHS ഈക്വൽ ടു RHS എന്താ കണ്ടുപിടിക്കേണ്ടത്? A കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ്. A കോംപ്ലിമെൻ്റ് എന്താ? 1. B കോംപ്ലിമെൻ്റ് എന്താ? 4 5. രണ്ടിലും എന്തില്ല? ഒന്നും കോമൺ ആയിട്ടില്ല. അത് എന്ത് ചെയ്യുന്നു? MD സെറ്റ് ചെയ്യണം. ഇത് രണ്ടും എന്തായിട്ട് വന്നു? ഈക്വൽ ആയിട്ട് വന്നു. LHS ഈക്വൽ ടു എന്ത് തന്നെ വന്നു? RHS നിന്ന് വന്നു. ഇവിടെ എന്തില്ല? രണ്ടിലും ഒരു കോമണും ഇല്ല. അതുകൊണ്ട് രണ്ടും നൾ സെറ്റാണ് വന്നത്. LHS ഈക്വൽ ടു RHS വന്നു. ഹെൻസ് വെരിഫൈഡ്. അത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഷോ ദാറ്റ് A യൂണിയൻ B യൂണിയൻ C ഈക്വൽ ടു A യൂണിയൻ B യൂണിയൻ C എന്നാണ് അവൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് എന്ത് വേണം? ഇത് യൂസിങ് എൻ എക്സാമ്പിൾ വെച്ചിട്ട് ഇത് ശരിയാണെന്ന് ഷോ ചെയ്യാണ്ട് നമ്മളിതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിതിന് ആദ്യം വേണ്ടത് A എന്ന് പറയുന്ന ഒരു സെറ്റ് വേണം. A എന്ന് പറഞ്ഞ സെറ്റ് വേണം. എക്ക് എന്ത് കൊടുക്കുന്നു? ഞാൻ ഒരു ചെറിയ സെറ്റാണ് എടുക്കുന്നത്. 1 2 എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. ബിക്ക് എന്ത് ചെയ്തു? ബിക്ക് ഞാനൊരു സെറ്റ് എടുത്തു. 3 4 എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. സിക്ക് ഞാൻ അതേപോലെ എന്തെടുത്തു? 5 6 എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. A എന്ന് പറഞ്ഞ സെറ്റ് 1 2, B എന്ന് പറഞ്ഞ സെറ്റ് 3 4, C എന്ന് പറഞ്ഞ സെറ്റ് 5 6. ഇനി ഞാൻ 3 സെറ്റ് എടുത്തു. ഇനി നമുക്ക് ആദ്യം നോക്കേണ്ടത് ആദ്യത്തേത് എന്താണ് വേണ്ടത്? A യൂണിയൻ B ആദ്യം ചെയ്യണം. അപ്പോൾ A യൂണിയൻ B ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? A യൂണിയൻ B ആദ്യം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? A യൂണിയൻ ബിയിൽ 1 2 3 4 എന്ന് കിട്ടും. ഇനി ഇതിന് എന്ത് ചെയ്യണം? വീണ്ടും യൂണിയൻ
സി ചെയ്യാം. യൂണിയൻ സി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 2 3 4 5 കിട്ടും. അപ്പോൾ എ യൂണിയൻ ബി യൂണിയൻ സി ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? ഈ കിട്ടിയതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി യൂണിയൻ അതാദ്യം ചെയ്തതിന് പിന്നെ യൂണിയൻ എടുത്ത് സി ചെയ്തപ്പം കിട്ടിയതാണ് 1 2 3 4 5 6. അതേപോലെ തന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നു. ആദ്യം എന്താ ചെയ്യാനുള്ളത്? ബി യൂണിയൻ സി വേണം ആദ്യം കണ്ടുപിടിക്കാൻ. ബി യൂണിയൻ സി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 4 അപ്പം ബി എന്ന് പറഞ്ഞതാവും. അടുത്ത് 5 6 കൂടെ വരുമ്പോൾ എന്താവും? സി ആവും. അപ്പം ബി യൂണിയൻ സി കിട്ടി. പിന്നെ ഇനി എന്ത് ചെയ്യണം? യൂണിയൻ എ ചെയ്യണം. യൂണിയൻ എ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വരും? 3 4 5 6 വരും. പിന്നെ എയിൽ എന്തുണ്ട്? 1ഉം 2ഉം കൂടെ ഉണ്ട്. എല്ലാത്തിൻ്റെ ഇടയ്ക്ക് കോമൺ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് വന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് മാറ്റി എഴുതാം. ഇവിടെ എന്താ ചെയ്യുക? എ യൂണിയൻ ബി യൂണിയൻ സി. ഇതിൻ്റെ വാല്യൂ ആണ് എന്ത് കിട്ടിയത്? 3 4 5 6 1 2 എന്ന് കിട്ടിയത്. ഇവിടെ എ യൂണിയൻ ബി യൂണിയൻ സി എന്ത് കിട്ടി? 1 2 3 4 5 6 എന്ന് കിട്ടി. ഈ രണ്ട് കിട്ടിയതിൻ്റെ എലമെൻറ്റ്സ് നമ്പർ എത്രയാണ്? 2ലും 6ആണ്. രണ്ട് കിട്ടിയ എലമെൻറ്റ്സ് രണ്ടും സെയിമുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയാം. ഹെൻസ് പ്രൂവ്ഡ്. ഇത്രേ ഉള്ളൂ. ഇതെന്ത് ചെയ്തു? നമ്മളാണെങ്കിൽ ഒരു സെറ്റ് ആദ്യം അസ്യൂം ചെയ്തു, വേറൊരു സെറ്റ് അസ്യൂം ചെയ്തു. നമുക്ക് ഇവിടെ എന്ത് വേണം? എയും ബിയും സി എന്ന് പറഞ്ഞാൽ 3 സെറ്റാണ് ആവശ്യം. 3 സെറ്റിൻ്റെയും എലമെൻറ്റ്സ് എന്ത് ചെയ്തു? നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് ആദ്യം എന്ത് ചെയ്തു? എ യൂണിയൻ ബി കണ്ടുപിടിച്ചു, പിന്നെ യൂണിയൻ സിയും കൂടെ കണ്ടുപിടിച്ചു. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഒരു സെറ്റ് കിട്ടി. അതേപോലെ തന്നെ അടുത്തതിൽ എന്ത് ചെയ്തു? ആദ്യം ബി യൂണിയൻ സി കണ്ടുപിടിച്ചു, പിന്നെ അതിൻ്റെ കൂടെ യൂണിയൻ എയും കൂടെ എടുത്തു. അപ്പോഴും നമുക്കൊരു സെറ്റ് കിട്ടി. അത് രണ്ടും കൂടെ നമ്മൾ നോക്കിയപ്പോൾ എന്ത് കിട്ടി? 2ലും 6 എലമെൻറ്റ്സ് ആണുള്ളത്. അതെല്ലാം സെയിമുമാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി ആണെന്ന് കിട്ടി. ഇത്രയാണ് ഈ പ്രൂഫിലുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ലോങ് ആൻസർ ടൈപ്പ് നോക്കാം. സെഷൻ സി. അപ്പോൾ നമുക്ക് ഇതിൽ എത്രയാണ് പറഞ്ഞാൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്ത് ഫുള്ള് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആ ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിതിൽ നോക്കാൻ പോകുന്നത് ലോങ് ആൻസർ ടൈം ക്വസ്റ്റ്യൻസ് ആണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് പറഞ്ഞാൽ ഇഫ് എ ഈക്വൽ ടു എക്സ് ഇസ് എൻ ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 12. എ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 12 ആണ്. ഇനി അതേപോലെ ബിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ബി ഈസ് ഈക്വൽ ടു എക്സ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10 ആൻഡ് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം, എ യൂണിയൻ ബി കണ്ടുപിടിക്കണം, എ മൈനസ് ബിയും കണ്ടുപിടിക്കണം. ഇതിനെല്ലാം നമുക്ക് എന്ത് വേണം? എയും ബിയും എന്താണെന്ന് അറിയണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യാനുള്ളത്? എയും ബിയും ഇതിൻ്റെ റോസ്റ്റർ ഫോം എഴുതണം. ഞാൻ എയിൻ്റെ റോസ്റ്റർ ഫോം ആദ്യം എഴുതുവാണ്. എയിൻ്റെ റോസ്റ്റർ ഫോം എഴുതുമ്പോൾ എന്തേ കിട്ടത്തുള്ളൂ? നമുക്ക് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 12 ആയിരിക്കണം. അതെന്തുമായിരിക്കണം? ഈവനും ആയിരിക്കണം. ഈവൻ നമ്പേഴ്സ് എന്തിലാണ്? 2ലാണ്, 4 അത് കഴിഞ്ഞ് വരും, പിന്നെ എന്ത് വരും? 6 വരും, പിന്നെ 8 വരും, പിന്നെ 10 വരും, പിന്നെ എന്ത് വരും? 10 വരെ വരത്തുള്ളൂ. കാരണം ലെസ് ദാൻ 12 എന്നാണ് പറഞ്ഞത്. 12നേക്കാളും ചെറുത്. അവിടെ 12 വരാം എന്ന് പറയുന്നില്ല. അപ്പം നമുക്ക് എന്ത് കിട്ടുള്ളൂ? 2 4 6 8 10 വരെ കിട്ടത്തുള്ളൂ. ഇനി അടുത്ത് ബിയുടെ കാര്യം പറയുന്നുണ്ട്. ബിയുടെ കാര്യം എന്താ പറയുന്നത്? ബി എന്ന് പറഞ്ഞാൽ 10നേക്കാളും ചെറുതുമാണ്, 3ൻ്റെ ടേബിളിൽ വരുന്നതുമാണ്. 3 6 9 ഇത് 3 ആയിരിക്കും ബി എന്ന് പറയുന്നത്. അപ്പം നമുക്കിതിൽ ആദ്യം കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി ആണ് ആദ്യം കണ്ടുപിടിക്കാനുള്ളത്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൽ കോമൺ ആയിട്ട് വരുന്ന ഏതേ ഉള്ളൂ? ഇതിൽ ഫുൾ ഈവൻ നമ്പേഴ്സ് ആണ്. ഇതിൽ ഒരു ഈവൻ നമ്പറേ ഉള്ളൂ, 6. ഇതിൽ രണ്ടിൽ കോമൺ ആയിട്ട് വരുന്ന എന്തേ ഉള്ളൂ? 6 ആണ് എ ഇൻ്റർസെക്ഷൻ ബിയിൽ കിട്ടുന്നത്. അതേപോലെ എ യൂണിയൻ ബിയിലാണെങ്കിലോ? എ യൂണിയൻ ബിയിലാണെങ്കിൽ എന്ത് വരും? ഇതിലെല്ലാം എന്താണ്?
ഈവൻ നമ്പേഴ്സാണ്. ഇതിൽ 2 ഓഡ് നമ്പേഴ്സുമാണ്. അപ്പോൾ അതെല്ലാം വരും. ഇപ്പോൾ 2 വരും, 4 വരും, 6 വരും, 8 വരും, 10 വരും. പിന്നെ ഇവിടുത്തെ എന്ത് വരും? 3 വരും. 6 നേരത്തെ വന്നു. അപ്പോൾ എന്ത് വരും? 9 വരും. അപ്പോൾ ഇതാണ് എ യൂണിയൻ ബി. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിങ്ങനെ എ മൈനസ് ബി ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. എ മൈനസ് ബി എങ്ങനെ കണ്ടുപിടിക്കും? എ മൈനസ് ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ എയിലുണ്ട് പക്ഷെ ബിയിലുമുള്ള കാര്യങ്ങൾ കുറയ്ക്കുക. എയിലും ബിയിലും കോമൺ ആയിട്ട് എന്തേ ഉള്ളൂ? 6 ഉള്ളൂ. അത് രണ്ടും കുറച്ചിട്ട് ബാക്കി എന്തൊക്കെ എയിൻ്റെ അകത്ത് വരുമോ അതെല്ലാം എഴുതുക. ബാക്കി എന്തൊക്കെ വരും? 2 വരും, 4 വരും, 8 വരും, 10 വരും. ഇത്രയാണ് വരുന്നത്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. എ യൂണിയൻ ബി എന്ത് കിട്ടി? 2, 4, 6, 8, 10, 3, 9 എന്ന് കിട്ടി. അതല്ലാതെ എന്ത് കിട്ടി? എ മൈനസ് ബി എന്ന് കിട്ടി? 2, 4, 8, 10 എന്ന് കിട്ടി. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു 100 സ്റ്റുഡൻസ് എ സർവേ ഓഫ് 100 സ്റ്റുഡൻസ് ഇസ് ഷോൺ ആൻഡ് 50 ലൈക്ക് മാത്സ്. 100 പേരുള്ളതിൽ 50 പേർക്ക് എന്താണ്? മാത്സ് ഇഷ്ടമാണ്. 60 പേർക്ക് സയൻസ് ഇഷ്ടമാണ്. 30 പേർക്ക് എന്താണ്? രണ്ടും ഇഷ്ടമാണ്. ദെൻ ഹൗ മെനി ലൈക്സ് മാത്തമാറ്റിക്സ്, സയൻസ്, ഒൺലി മാത്തമാറ്റിക്സ്, ഒൺലി സയൻസ് ആൻഡ് നൈദർ. അപ്പം ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുന്നതാണ് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം നമുക്ക് പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ എത്ര പേരെന്ന് പറഞ്ഞിട്ടുണ്ട്? ടോട്ടൽ 100 എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്സ് ഇഷ്ടമുള്ളത് എത്ര പേര്? 50 പേരും. സയൻസ് ഇഷ്ടമുള്ളത് 60 പേര്. ഇനി ഇവർ രണ്ടുപേരും മാത്സ് ആൻഡ് സയൻസ് എത്ര പേർക്കാണ് ഇഷ്ടം? മാത്സ് ആൻഡ് സയൻസ് 30 പേർക്കാണ് ഇഷ്ടം. അപ്പോൾ ഈ മാത്സ് ഇഷ്ടപ്പെട്ട 50 പേരിൽ എന്തുണ്ട്? ഈ സയൻസ് ഇഷ്ടപ്പെട്ട 30 പേരും ഉണ്ട്. അപ്പം മാത്സ് ഉള്ളി എന്തായിരിക്കും? 50 മൈനസ് 30 എത്ര വരും? 20 വരും. അതേപോലെ തന്നെ സയൻസ് ഉള്ളിയിൽ എത്ര പേരായിരിക്കും? സയൻസ് ഉള്ളിൽ 60 പേരായിരിക്കും ടോട്ടലായിട്ട് ഇഷ്ടമുള്ള. അതിൽ മാത്സും സയൻസും കൂടി ഇഷ്ടപ്പെടുന്നവർ 30 പേരുണ്ട്. പിന്നെ അവരെ കുറച്ച് എത്ര കിട്ടും? 30 പേരാണ് എന്ത്? സയൻസ് മാത്രം ഇഷ്ടപ്പെടുന്നത്. ഇനി മാത്സും സയൻസും ഇഷ്ടപ്പെടാത്ത എത്ര പേരുണ്ട്? ഇവിടെ ടോട്ടൽ 20 മാത്സ് മാത്രം ഇഷ്ടപ്പെടുന്ന 20 പേരുണ്ട്. സയൻസ് മാത്രം ഇഷ്ടപ്പെടുന്ന 30 പേരുണ്ട്. അപ്പോൾ 20 പ്ലസ് 30 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മാത്സും സയൻസും ഇഷ്ടപ്പെടുന്നവരെ കിട്ടും. അല്ല, മാത്സ് മാത്രവും സയൻസ് മാത്രവും ഇഷ്ടപ്പെടുന്നവരാണ് 20 പ്ലസ് 30. പിന്നെ ഒരു പ്ലസ് 30 കൂടെ ചെയ്താൽ എന്ത് കിട്ടും? മാത്സും സയൻസും ഇഷ്ടപ്പെടുന്നവരെയും കൂടെ ചേർത്തിട്ടുള്ളത് കിട്ടും. ഇത് ടോട്ടൽ എത്രയാണ് വന്നാൽ 13 കൂടെ എന്ത് വന്നു? 60 വന്നു. 16 20 കൂടെ 80 വന്നു. നമുക്ക് ടോട്ടൽ 100 ഉള്ളതിൽ 80 ആയുള്ളൂ. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 20. ആ 20 ആണ് എന്ത്? ഈ അതായത് ഈ മാത്സും സയൻസും അല്ലാതെ വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നതോ അതോ ഒന്നും ഇഷ്ടപ്പെടാത്തവരോ എത്ര പേരാണ്? 20 പേരാണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്കൊരു വെൻ ഡയഗ്രം പറ്റും ഒന്നും ചെയ്ത് നോക്കാം. വെൻ ഡയഗ്രം യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അതിനാദ്യം നമ്മൾ വെൻ ഡയഗ്രം വരയ്ക്കണം. അതിന് റെക്റ്റാങ്കിൾ വരച്ചു. അപ്പോൾ ഇതിൽ പറയുന്ന 2 പേരാണ്. ഞാൻ മാത്സിനെ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? റെഡ് വട്ടം ഉപയോഗിച്ചു. അതേപോലെ സയൻസിനെ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഗ്രീനാണ് ഉപയോഗിച്ചത്. സയൻസിനെ കാണിക്കാൻ ഞാൻ എന്ത് ഉപയോഗിച്ചു? ഗ്രീൻ ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ഇതിൽ എന്താണ് വേണ്ടത്? ഇത് നമുക്ക് ഇനി ഇതിൽ നമുക്ക് റീഡിങ് ചെയ്താനായിട്ട് ഞാൻ ഈ കളർ. അപ്പോൾ ഇവിടെ 2 പേര് ഇഷ്ടപ്പെടുന്നവരാണ് ഇവിടെ വരേണ്ടത്. 30 പേരാണ്. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് യൂണിവേഴ്സലാണ്. അപ്പോൾ എയിൽ മാത്രം എത്ര പേരുണ്ടോ അതാണ് ഇവിടെ വരേണ്ടത്. എയിൽ മാത്രം എത്ര പേരാണുള്ളത്? എല്ലാം കൂടെ 50 പേരാണെങ്കിൽ എയിൽ മാത്രം എ ഫുള്ളായിട്ട് 50 പേരുണ്ട്. അതായത് എ അല്ലല്ലോ, മാത്സ് ഇഷ്ടപ്പെടുന്നവർ. അതേപോലെ ബി അല്ലല്ലോ, സയൻസ് ഇഷ്ടപ്പെടുന്നവർ. യെസ്. അപ്പോൾ മാത്സ് ഇഷ്ടപ്പെടുന്ന ടോട്ടൽ 50 പേരുള്ളതിൽ 30 പേർക്ക് രണ്ടും ഇഷ്ടമാണ്. അപ്പം ബാക്കി 20 പേരാണ് ഇവിടെ വരുന്നത്. അതേപോലെ സയൻസ് ഇഷ്ടമുള്ള 60 പേരുണ്ടെങ്കിൽ അതിൽ 30 പേര് മാത്സും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ബാക്കി 30 പേരാണ് സയൻസ് മാത്രം ഇഷ്ടപ്പെടുന്നത്.
ഇത് നോക്കി നമുക്ക് ബാക്കി ആൻസർ പറയാം. ഇനി നമുക്കിവിടെ വേണ്ടത് ഒള്ളി മാത്സ് എത്രയാണ്? 20 പേര്. ഒള്ളി സയൻസ് എത്രയാണ്? 30 പേര്. ഒന്നും ഇഷ്ടപ്പെടാത്ത എത്ര പേരുണ്ട്? ഇവിടെ 20ആയി, ഇവിടെ 30ആയി, ഇവിടെ 30ആയി. ബാക്കി എത്രയുണ്ട്? ഒരു 20 കൂടെ ഉണ്ട്. ഇത് മൂന്നും അതായത് മാത്സ് മാത്രവും ഇഷ്ടമല്ല, മാത്സും സയൻസും ഇഷ്ടമല്ല, സയൻസ് മാത്രവും ഇഷ്ടമല്ല. ഇങ്ങനെയുള്ള ഇതിലൊന്നും പെടാത്ത എത്ര പേരുണ്ട്? 20 പേരുണ്ട്. അവരെയാണ് ഇതിന് പുറത്ത് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ് വെൻ ഡയഗ്രം വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി. ഈ ക്വസ്റ്റ്യൻ വെൻ ഡയഗ്രം ഇല്ലാതെ തന്നെ ചെയ്യാനാണ് എളുപ്പം. പിന്നെ വെൻ ഡയഗ്രം കൂടെ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മളെ ചില ക്വസ്റ്റ്യനിൽ വെൻ ഡയഗ്രം വെച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യനും ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. അടുത്ത ക്വസ്റ്റ്യനിൽ പറയണ യൂണിവേഴ്സൽ സെറ്റ് പറഞ്ഞിട്ടുണ്ട് 1 തൊട്ട് 20 വരെ. എ എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് നോക്കാം. അപ്പം എഴുതി പോവാം. എ ഈക്വൽ ടു സെറ്റ് ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 4. മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 4 വരും, 8 വരും, 12 വരും, 12 വരും, 16 വരും, 20 വരും. എത്രയാണ്? നമ്മൾ 20 വരെ എഴുതിയുള്ളൂ. കാരണം യൂണിവേഴ്സൽ സെറ്റ് എത്ര വരെ പറഞ്ഞിട്ടുള്ളൂ? 20 വരെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റ് എന്തായാലും 20ക്കകത്ത് വരെ വരത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 20 വരെ എഴുതിയത്. അപ്പോൾ ഇനി അടുത്ത് ബി എന്ന് പറയുന്നത് 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 5ൻ്റെ മൾട്ടിപ്പിൾസ് ആകുമ്പോൾ ഏതൊക്കെ വരും? 5 വരും, 5ൻ്റെ മൾട്ടിപ്പിൾസ് ആകുമ്പോൾ ഏതൊക്കെ വരും? 5 വരും, 10 വരും, 15 വരും, 20 വരും. ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്? ആദ്യം കണ്ടുപിടിക്കാനുള്ള എ ഇൻ്റർസെക്ഷൻ ബി ആണ് കണ്ടുപിടിക്കാനുള്ളത്. എ ഇൻ്റർസെക്ഷൻ ബി എന്ത് കിട്ടും? എ ഇൻ്റർസെക്ഷൻ ബി ഇത് രണ്ട് കോമൺ ആയിട്ട് 4 രണ്ടിലും കോമൺ അല്ല, 8 എന്തില്ല കോമൺ അല്ല, 12 എന്തല്ല രണ്ടിലും കോമൺ അല്ല, 15 എന്തല്ല രണ്ടിലും കോമൺ അല്ല. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒന്നേ ഉള്ളൂ, എന്താണ്? 20. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്താണ്? 20 ആണ് ആൻസർ. ഇനി അടുത്ത് എ യൂണിയൻ ബി ആണ് വരുന്നത്. എ യൂണിയൻ ബിയിൽ എന്താണ്? 20 മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. അപ്പം ബാക്കി എല്ലാം എന്തായിട്ട് വരും? എ യൂണിയൻ ബിയിൽ വരും. 4 വരും, 8 വരും, 12 വരും, 16 വരും, 20 വരും, 5 വരും, 10 വരും, 15 വരും. ഇത്രയാണ് നമ്മൾ എ യൂണിയൻ ബിയിൽ വരുന്നത്. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എ കോംപ്ലിമെൻ്റ് ആണ്. എ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 4, 8, 12, 16, 20 വരെ എന്തുണ്ട്? എ എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്തുണ്ട്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൻ്റെ അകത്ത് ഉള്ളതും എക്കകത്ത് ഇല്ലാത്തതുമായിട്ടുള്ള വാല്യൂസ് ആണ് എ കോംപ്ലിമെൻറ്റിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ്? 1 വരും, 2 വരും, 3 വരും, 5 വരും, 6 വരും, 7 വരും, 9 വരും, 10 വരും, 11 വരും, 13 വരും, 14 വരും, 15 വരും, 17 വരും, 18 വരും, 19 വരും. ഇത്രയാണ് എന്ത്? എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത്. ആദ്യം എ സെറ്റിൻ്റെ റോസ്റ്റർ ഫോം എഴുതണം, ബി സെറ്റിൻ്റെ റോസ്റ്റർ ഫോം എഴുതണം, എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം, എ യൂണിയൻ ബി കണ്ടുപിടിക്കണം, എ കോംപ്ലിമെൻറ്റും കണ്ടുപിടിക്കണം. ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? റെപ്രസെൻറ്റ് ഡ്രാ വെൻ ഡയഗ്രാം ടു റെപ്രസ് എ യൂണിയൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി, എ മൈനസ് ബി ആൻഡ് എ കോംപ്ലിമെൻറ്റ് ഓഫ് എനി ടു സെറ്റ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എന്ത് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്? വെൻ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം വെൻ ഡയഗ്രാം വരയ്ക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ റെക്റ്റാങ്കിൾ ഒന്നും പെർഫെക്റ്റ് ആവുന്നില്ല, അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പം എ യൂണിയൻ ബിക്കുള്ളതാണ്. പിന്നെ അടുത്ത് ഇത് എ ഇൻ്റർസെക്ഷൻ ബിക്കുള്ളത്, ഇത് എ മൈനസ് ബിക്കുള്ളത്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ എന്താ ഇവിടെ 4 സ്ക്വയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ വരയ്ക്കാൻ പോകുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ആണ് വരയ്ക്കാൻ പോകുന്നത്. ഞാനിവിടെ റെഡ് കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. എ എന്ന സെറ്റ് ഞാൻ ഇതിൽ വരയ്ക്കാൻ പോവാണ്, റെഡിൽ വരയ്ക്കാൻ പോവാണ്.
അതേപോലെ ബി എന്ന സെറ്റ് ഞാനൊരു ഓറഞ്ച് യെല്ലോ പോലത്തെ കളറിൽ വരയ്ക്കുന്നു. വരച്ചത് ശരിയായില്ല. അത് എ ഒന്ന് മാറ്റി വരും. ഏതാ മഞ്ഞയിലും വരച്ചു, ബി എന്ത് വരച്ചു, റെഡിലും വരച്ചു. ഇപ്പൊ ഇവിടെ എന്ത് എഴുതി കൊടുക്കാം? ബി എന്ന് എഴുതി കൊടുക്കാം. അതേപോലെ ഇവിടെ എന്ത് എഴുതി കൊടുക്കാം? എ എന്ന് എഴുതി കൊടുക്കാം. ഇതിലെല്ലാത്തിലും എന്ത് വേണം? എയും ബിയും വേണം. ഞാൻ ഇതെല്ലാത്തിലും ആദ്യമേ അങ്ങ് വരച്ചു പോവാണ്. ഇതിനകത്ത് എന്താണ്? ബി. ബി. നമുക്കിവിടെ എയും ബിയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെല്ലാത്തിനും യൂണിവേഴ്സൽ മാർക്ക് ചേർക്കാം. യു 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 യൂണിവേഴ്സൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് എന്താണ് നമുക്ക് ഷെയ്ഡ് ചെയ്യാനുള്ളത്? എ യൂണിയൻ ബി ആണ് ഷെയ്ഡ് ചെയ്യാനുള്ളത്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ഉള്ളത് വരും, ബിയിലുള്ളതും വരും, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളതും വരും. ഏത് പോർഷനാണ്? എ എന്ന് പറയുന്ന സർക്കിളിൻ്റെ അകത്തുള്ള എല്ലാ പോർഷനും വരും. അതേപോലെ അതിൻ്റെ കൂടെ തന്നെ ബി എന്ന് പറയുന്ന സർക്കിളിൻ്റെ അകത്തുള്ള എല്ലാ പോർഷനും വരും. ഈ പച്ചയിൽ മാർക്ക് ചെയ്തേക്കുന്നതാണ് എ യൂണിയൻ ബിയിലെ വെൻ ഡയഗ്രാം. ഇനി അതേപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബിയിലെ വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടിലും കോമൺ, എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന പോർഷൻസ് മാത്രമേ എന്തിന് വരുള്ളൂ? എ ഇന്റർസെക്ഷൻ ബിയിൽ വരുള്ളൂ. ഈ പോർഷൻസ് മാത്രം ചെയ്ത് കൊടുക്കുക. ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഗ്രാഫായി, എന്റെ വെൻ ഡയഗ്രാമായി, എ ഇന്റർസെക്ഷൻ ബിയിലെ വെൻ ഡയഗ്രാമായി. ഇനി അടുത്ത് എ മൈനസ് ബിയിലെ വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എ വരാം, ഈ ബി വരാൻ പാടില്ല, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് വരാൻ പാടില്ല. ഇനി എത്ര പോർഷനെ വരത്തുള്ളൂ? ഈ ഒരു പോർഷൻസ് ആയിരിക്കും അതിൽ കവറായിട്ട് വരുന്നത്. ഈ ഒരു പോർഷൻ ആയിരിക്കും അതിൽ കവറായിട്ട് വരുന്നത്. എ മൈനസ് ബി. ഇനി അതേപോലെ ഉള്ളതാണ് എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ വരും? എ വരത്തില്ല, എ എന്ന് പറഞ്ഞ സെറ്റ് വരത്തില്ല, ബാക്കി എല്ലാം അതിൻ്റെ അകത്ത് വരും. എക്ക് ചുറ്റുമായിട്ട് എന്ത് വരയ്ക്കാം? നമുക്ക് നമ്മളെ ഷെയ്ഡ് ചെയ്യാനുള്ളത് ഷെയ്ഡ് കൊടുക്കും. എന്റെ ഒന്നും അതിൻ്റെ അകത്ത് വരത്തില്ല, എക്ക് പുറത്തുള്ളത് മാത്രമേ കാണൂ. ഇതാണ് ഫോട്ടോ ഫുള്ള് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ലൈറ്റ് ആയിട്ട് ചെയ്തത് വാങ്ങിയാൽ താല്പര്യമാണ്, കറക്റ്റായിട്ട് ചെയ്തിടുക. അപ്പം എന്ത് ചെയ്യും? എ എന്ന് പറഞ്ഞ ഇതൊന്നും ഇതിനകത്ത് വരത്തില്ല, ഇതിൽ വരത്തില്ല. അപ്പം ഞാൻ ഒന്നുകൂടെ മാർക്ക് കാണിക്കുക ഏതിൻ്റെയൊക്കെ ഗ്രാഫാണെന്ന്. ഇത് ഏതിൻ്റെ ഗ്രാഫാണ്? എ യൂണിയൻ ബിയുടെ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. ഈ വരച്ചിരിക്കുന്നത് എന്താണ്? എ ഇന്റർസെക്ഷൻ ബിയുടെ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. ഇത് ഏതിൻ്റെ ഗ്രാഫാണ്? എ കോംപ്ലിമെന്റിന്റെ ഗ്രാഫാണ്. ഇത് ഏതിൻ്റെ ഗ്രാഫാണ്? എ മൈനസ് ബിയുടെ വെൻ ഡയഗ്രാം. ഗ്രാഫല്ല, വെൻ ഡയഗ്രാം എന്നാണ്. അപ്പോൾ ഇതാണ് ഈ 4 വെൻ ഡയഗ്രാം. എ യൂണിയൻ ബിയുടേതായി, എ ഇന്റർസെക്ഷൻ ബിയുടേതായി, എ മൈനസ് ബിയുടേതായി, എ കോംപ്ലിമെന്റിൻ്റെതുമായി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തതിലോട്ട് പോകുമ്പം എന്തിനാണ് വന്നിരിക്കുന്നത്? വെരി ലോങ് ക്വസ്റ്റ്യൻ ആണ്. 5 തൊട്ട് 6 മാർക്ക് വരെ വരുന്ന വെരി ലോങ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത് വന്നേക്കുന്നത്. അതിൽ ആദ്യത്തത് നോക്കാം. അടുത്ത് വന്നേക്കണേ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ബി ഇന്റർസെക്ഷൻ, എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് LHS ഈക്വൽ ടു RHS വെച്ച് തന്നെ ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ LHS വരുന്നത്. അപ്പം നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇതിൽ രണ്ടിലും എന്തുണ്ട്? ഒരു എ ഇന്റർസെക്ഷൻ കോമൺ ആയിട്ടുണ്ട്. അത് പുറത്തെടുത്താൽ ബി ബി പിന്നെ എന്ത് വരും? ഈ യൂണിയൻ വരും, ബി കോംപ്ലിമെന്റ് എന്ന് വരും. എന്ത് വരും? എ ഇന്റർസെക്ഷൻ പുറത്തെടുത്താൽ ബി യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് വരും. അതിന് നമുക്ക് എങ്ങനെ എഴുതാം?
എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബി യൂണിയൻ ബി കോംപ്ലിമെന്റ്, ബിയും വരും, ബി കോംപ്ലിമെന്റ് ബി അല്ലാത്ത ബാക്കിയെല്ലാം വരും. അതിനർത്ഥം എന്താണ്? എയും ഇന്റർസെക്ഷൻ യു, അതായത് യൂണിവേഴ്സൽ സെറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. യു ആണ് യൂണിവേഴ്സൽ സെറ്റ്. അത് ബിയും വരും, ബി അല്ലാത്ത എല്ലാം വരും. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്? അതിൻ്റെ അകത്തുള്ള എല്ലാ സംഭവവും ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ബി ഇന്റർസെക്ഷൻ യു എന്നാണ്. യു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് എന്നാണ്. യൂണിവേഴ്സൽ സെറ്റുമായിട്ട് ഏതൊരു സെറ്റ് ഇന്റർസെക്ഷൻ എടുത്താലും എന്തേ വരുള്ളൂ? ആ ഒരു സെറ്റേ വരുള്ളൂ. ഇവിടെ എന്തെന്ന് കിട്ടും? നമുക്ക് ഇതിന് തന്നെ എ ആണെന്ന് ആൻസർ എന്ന് കിട്ടും. അപ്പം ഇത് തന്നെയാണ് നമ്മൾ എന്ത് RHSഉം. അപ്പം എന്ത് ചെയ്യും? LHS ഈക്വൽ ടു RHS. നമുക്ക് എന്ത് ചെയ്താം? മീൻസ് പ്രൂവ്ഡ് എന്ന് എഴുതാം. ഇത് ഒരു മെത്തേഡാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാം? എക്സാമ്പിൾ വെച്ച് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. നമുക്ക് എക്സാമ്പിൾ വെച്ച് പ്രൂവ് ചെയ്യാം. എക്സാമ്പിൾ വെച്ച് പ്രൂവ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു എക്സാമ്പിൾ സെറ്റ് എടുക്കണം. എ എന്ന് പറഞ്ഞാൽ 1 2 3 4 എന്ന് പറയുന്ന സെറ്റായിട്ട് എടുത്താൽ ബി ഈക്വൽ ടു 3 4 5 6 എന്ന് പറയുന്ന സെറ്റായിട്ട് എടുത്തു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാൻ പോവുകയാണ്. എ ഇന്റർസെക്ഷൻ ബി എന്തെന്ന് കിട്ടി? എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എന്താണ്? 3യും 4ഉം ആണ്. അതേപോലെ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്തൊക്കെയാണ്? ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ബി അല്ലാതെ വരുന്നത് എല്ലാം വരും. ബി അല്ലാതെ വരുന്നത് ഇപ്പം എന്തൊക്കെയുള്ളൂ? 1ഉം 2ഉമേ ഉള്ളൂ. ഇവിടെ ഇതിൽ നോക്കുവാണെങ്കിൽ 1ഉം 2ഉം ആയിരിക്കും ഉള്ളത്. അപ്പം എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ? ഇവിടെയും 1ഉം 2ഉം ഉണ്ട്, ഇവിടെയും 1ഉം 2ഉം ഉണ്ട്. അപ്പം നമുക്ക് എന്ത് തന്നെ കിട്ടും? 1 and 2 എന്ന് കിട്ടും. ഇനി ഇത് തമ്മിൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? യൂണിയൻ ആണ് എടുക്കാനുള്ളത്. അപ്പം എ യൂണിയൻ അല്ല, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് കിട്ടും? എ ഇന്റർസെക്ഷൻ ബി എന്താണ്? 3,4. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്താണ്? 1,2. അപ്പം നമുക്ക് ഇത് എന്താ തന്നെ കിട്ടി? എക്കകത്തുള്ള എലമെന്റ് 1 2 3 4 തന്നെ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടി. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു എ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഹെൻസ് ആൻസർ. ഇതേപോലെ എക്സാമ്പിൾ വെച്ച് വേണമെങ്കിൽ ഇതും ചെയ്യാം. ഇനി വേണമെങ്കിൽ ഇതിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വെച്ചും ചെയ്യാം, വെൻ ഡയഗ്രാം വെച്ചും ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ കോളേജ് 60 സ്റ്റുഡൻസ് പ്ലേ ഫുട്ബോൾ. ഒരു കോളേജിൽ എന്ത് ചെയ്യും? 60 സ്റ്റുഡൻസ് എന്ത് ചെയ്യും? ഫുട്ബോൾ കളിക്കുന്നു. 50 പ്ലേ ബാസ്കറ്റ്ബോൾ. 50 പേര് എന്ത് ചെയ്യും? ബാസ്കറ്റ്ബോൾ കളിക്കും. ആൻഡ് 20 പ്ലേ ബ്ലോത്ത്. അവർ 20 പേര് എന്ത് ചെയ്യും? ഇത് രണ്ടും കളിക്കുന്നവരാണ്. അപ്പം there are 100 സ്റ്റുഡൻസ്. ടോട്ടൽ 100 സ്റ്റുഡൻസ് ആണ് ആ സ്കൂളിലുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫൈൻഡ് ഹൗ മെനി പ്ലെയർ അറ്റ്ലീസ്റ്റ് വൺ സ്പോർട്സ് ആൻഡ് ഹൗ മെനി പ്ലെയർ നൈതർ. നമുക്ക് ഒരു സ്പോർട്സിൽ കളിക്കുന്ന എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കണം, ഒരു സ്പോർട്സും കളിക്കാത്ത എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇതിൽ ഒരെണ്ണം കിട്ടിയാൽ നമുക്ക് മറ്റേതെന്ത് ചെയ്യാം? ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഒരെണ്ണമെങ്കിലും കളിക്കുന്നവർ എത്ര പേരുണ്ടോ അതിൽ നിന്ന് ടോട്ടലിൽ നിന്ന് ഒരെണ്ണമെങ്കിലും കളിക്കുന്നവർ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒന്നും കളിക്കാത്തവർ കിട്ടും. അപ്പോൾ ആദ്യം അത് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് എഴുതാം. ടോട്ടൽ എത്രയാണ്? 100 പേരാണ്. ഫുട്ബോൾ എത്ര പേർക്ക് ഇഷ്ടം? 60 പേർക്കും. ബാസ്കറ്റ്ബോൾ എത്ര പേർക്ക് ഇഷ്ടം? 50 പേർക്കും. ഫുട്ബോൾ ആൻഡ് ബാസ്കറ്റ്ബോൾ എത്ര പേർക്കാണ്? 20 പേർക്കുമാണ്. അപ്പം നമുക്ക് വേണ്ടത് രണ്ടും കളിക്കുന്ന എത്ര പേരുണ്ട്, അതായത് ഇതിലാണെങ്കിൽ ഒരു സ്പോർട്സ് എങ്കിലും കളിക്കുന്ന എത്ര പേരുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫുട്ബോൾ ഉള്ളി വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഫുട്ബോൾ ഉള്ളി എത്രയാണ്? 60 മൈനസ് 20 ചെയ്താൽ മതി. എത്ര കിട്ടും? 40 എന്ന് കിട്ടും. അല്ലെങ്കിൽ അതേപോലെ ബാസ്കറ്റ്ബോൾ ഉള്ളി ആണെങ്കിൽ എത്ര പേരാണ്? 50 മൈനസ് 20 എത്ര പേര് കിട്ടും? 30 എന്ന് കിട്ടും. അപ്പം ഇവർ രണ്ടുപേര് ഫുട്ബോൾ മാത്രം കളിക്കുന്ന 40 പേര് പ്ലസ് ഈ ബാസ്കറ്റ്ബോൾ മാത്രം കളിക്കുന്ന 30 പേര് പ്ലസ് രണ്ടും കൂടെ കളിക്കുന്ന 20 പേരും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 90 കിട്ടും.
അപ്പോൾ ഈ 90 സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്പോർട്സ് എങ്കിലും കളിക്കുന്ന എത്ര പിള്ളേരുണ്ട്, 90 കുട്ടികളുണ്ട്. അപ്പോൾ ഒരു സ്പോർട്സും കളിക്കാത്ത എത്ര പേരാണ്, 100ൽ നിന്ന് എന്ത് ചെയ്താൽ മതി, -90 കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും, 10 എന്ന് കിട്ടും. അപ്പോൾ നൈദർ ഹൗ മെനി പ്ലേയേഴ്സ് പ്ലേ നൈദർ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെന്ന് കിട്ടും, 10 എന്നും കിട്ടും. അറ്റ്ലീസ്റ്റ് 1 സ്പോർട്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ ആൻസർ എത്രയെന്ന് കിട്ടും, 90 എന്ന് പറഞ്ഞാൽ കിട്ടണം. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പം ഇത് ഒരു മെത്തേഡാണ്. ഇനി ഇതിൽ തന്നെ ഈ ഒള്ളി കണ്ടുപിടിക്കാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഒള്ളി കണ്ടുപിടിക്കാതെ ചെയ്യാൻ പറ്റും. ഒള്ളി കണ്ടുപിടിക്കാതെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫുട്ബോളും ബാസ്കറ്റ് ബോളും കൂടെ ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ടോ അതിൽ നിന്ന് ഒരു ഫുട്ബോൾ ആൻഡ് ബാസ്കറ്റ് ബോൾ കുറച്ചാൽ മതി. കാരണം ഈ ഫുട്ബോൾ കളിക്കുന്നവരിൽ തന്നെ ഫുട്ബോൾ കളിക്കുന്നവരും ബാസ്കറ്റ് ബോൾ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. ഈ ബാസ്കറ്റ് ബോളിൽ തന്നെ ബാസ്കറ്റ് ബോൾ കളിക്കുന്നവരും ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. അപ്പോൾ ഈ ഫുട്ബോൾ ആൻഡ് ബാസ്കറ്റ് ബോൾ ഇഷ്ടപ്പെടുന്ന 20 പേര് ഇതിൻ്റെ അകത്ത് 2 പ്രാവശ്യം ആഡ് ആവുന്നുണ്ട്. അപ്പോൾ അത് ഒരു പ്രാവശ്യം കുറച്ച് കൊടുത്താൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ എത്ര വരും, രണ്ടും കൂടെ 60 + 50 - 20 എന്ന് വരും. 60 + 50 എന്ന് പറഞ്ഞാൽ 100 - 20 എന്ന് വരും, ഈക്വൽ ടു 90 എന്ന് വരും. ഈക്വൽ ടു 90 എന്ന് കിട്ടും. അപ്പം 90 സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്യുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു സ്പോർട്സ് എങ്കിലും ഇഷ്ടപ്പെടുന്ന ആളെന്താണ്, 90 സ്റ്റുഡൻസ് ആണ്. അപ്പം നൈദർ ഒന്നും ഇഷ്ടപ്പെടാത്ത എത്ര പേരായിരിക്കും, 100ൽ നിന്ന് ഈ 90 കുറച്ചാൽ മതി, എത്ര കിട്ടും, 10 ആയിരിക്കും ഒന്നും ഇഷ്ടപ്പെടാത്തത്. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇതിൽ ഏത് മെത്തേഡിലാണ് നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അത് ചെയ്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലെന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യനിൽ റേഞ്ചാണ് പറഞ്ഞേക്കണേ. ലെറ്റ് എ ഈക്വൽ ടു എക്സ്, എക്സ് ഈസ് എൻ ഇൻറ്റർ -3 വരെ പോവാം. എവിടെ വരെ, മാക്സിമം എത്ര വരെ പോവാം, 3 വരെ പോവാം. -3 വരെ ചെറുതാവുകയും ചെയ്യാം, 3 വരെ വലുതാവുകയും ചെയ്യാം. അതിൻ്റെ ഇടയ്ക്കുള്ള എന്ത് ഇൻറ്റീരിയേഴ്സ് ആയാലും അതാണ് എന്ത്, എന്റെ വാല്യൂ. അതേപോലെ ബിന്റെ വാല്യൂ എന്തൊക്കെയാണ്, ഇൻറ്റീരിയേഴ്സ് -2 തൊട്ട് എന്ത് വരെ വരാം, 5 വരെ വരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്ത് ചെയ്യാം, റോസ്റ്റർ ഫോം എഴുതാം. അപ്പോൾ എ ഈക്വൽ ടു എത്തുന്നത് കിട്ടും, -3 -2 -1 0 1 2 3. ഇവിടെ ഈ ഈക്വൽ ടു കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, 3യും -3യും ഇൻക്ലൂഡ് ചെയ്തത്. ഈക്വൽ ടു ഇല്ലായിരുന്നെങ്കിൽ 3യും -3യും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതേപോലെ തന്നെ ബി എന്ന് പറഞ്ഞ സെറ്റ് നമുക്ക് എഴുതാം. അത് എത്ര വരെ വരും, -2 -1 0 1 2 3 4 and 5. ഇതാണ് ബി എന്ന് പറഞ്ഞ സെറ്റ്. അപ്പോൾ എയും ബിയും കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, എ യൂണിയൻ ബി എടുത്തൂടെ. എ യൂണിയൻ ബി എന്ത് വരും, എ യൂണിയൻ ബി എന്ത് വരും, -3 -2 -1 0 1 2 3. ഈ 3 വരെ വരും. ഇതേ സാധനം തന്നെയല്ലേ ഇവിടെ ഉള്ളത്. ഇവിടെ എന്ത് വരെ ഉണ്ട്, 3 വരെ ഉണ്ട്. ഇവിടെ എക്സ്ട്രാ എന്ത് മാത്രമേ ഉള്ളൂ, 4ഉം 5ഉം. അതും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്തായി, എ യൂണിയൻ ബി കിട്ടി. ഇനി അടുത്ത് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്, കോമൺ ആയിട്ടുള്ളത് ഇവിടെ രണ്ടിടത്തും എന്ത് കോമൺ ആയിട്ടുണ്ട്, -2 ഉണ്ട്, -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. 3 ഉണ്ട്. ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി അടുത്ത് നിങ്ങൾക്ക് ഈ തന്നേക്കണം, നിങ്ങൾക്ക് ഇപ്പം പഠിക്കാനില്ല. ഇത് പണ്ടത്തെ സിലബസിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം അതിൽ കുറച്ച് ഇതിൻ്റെ അകത്ത് കാണാനില്ല ഈ സാധനം. അതൊന്നും നമ്മൾ നോക്കണില്ല. അടുത്തത് അപ്പം ഇതാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നതിൽ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇതും കൂടെ നോക്കുമ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഏകദേശം ഒന്ന് കവറാവും. ഇതിനകത്തുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഇതിൽ കവറായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും നല്ലോണം നോക്കിയിട്ട് തന്നെ പോവാം പരീക്ഷയ്ക്ക്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യ കമ്മിറ്റി ഓഫ് 200 സ്റ്റുഡൻസ് വെയർ സർവേഡ് 120 ലൈക്ക് ടീം. അപ്പം ടോട്ടൽ ഒരു 120 പേരുള്ളതിൽ ടോട്ടൽ 200 പേരുള്ളതിൽ ടീ ഇഷ്ടപ്പെടുന്ന, അപ്പം ടോട്ടൽ എത്രയാണ്, 200 ആണ്. അതിൽ ടീ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്, 120 ഉണ്ട്.
അല്ലാതെ കോഫി ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? 90 പേരുണ്ട്. ബോത്ത് ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? 50%. ഹൗ മെനി ലൈക്സ് ഒള്ളി ടീ, ഒള്ളി കോഫി ആൻഡ് നൈദർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ടീ മാത്രം, ടീ ഒള്ളി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടീയിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? മൈനസ് ബോത്ത് ചെയ്താൽ മതി. അതെന്ന് പറഞ്ഞാൽ 120 എന്ത് മൈനസ് ചെയ്യുക? 50 മൈനസ് ചെയ്യുക. 120 50 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 70 എന്ന് കിട്ടും. അപ്പോൾ 70 ആണ് എന്ത്? ടീ മാത്രം ഇഷ്ടപ്പെടുന്നവർ. അതേപോലെ കോഫി മാത്രം ഇഷ്ടപ്പെടുന്നവർ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ കണ്ടുപിടിക്കാം. 90 ആണ് ടോട്ടൽ. നമുക്ക് 90 ആണ് ടോട്ടൽ കോഫി ഇഷ്ടപ്പെടുന്നവർ. അതിൽ നിന്ന് എത്ര കുറയ്ക്കാം? 50 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 40. ഈ 40 ആണ് കോഫി മാത്രം ഇഷ്ടപ്പെടുന്നവർ. ഈ നൈദർ എന്ന് പറഞ്ഞാൽ നൈദർ കോഫിയും അല്ല, കോഫി ഇഷ്ടപ്പെടുന്നില്ല, ടീ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളവർ. അതെങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ എത്ര പേരുണ്ട്? 200 പേരുണ്ട്. 200 പേരിൽ കോഫി മാത്രം ഇഷ്ടപ്പെടുന്ന എത്ര പേര്? 40 പേര്. ടീ മാത്രം ഇഷ്ടപ്പെടുന്ന 70 പേര്. അപ്പം അത് രണ്ടും എന്ത് ചെയ്യുക? അത് രണ്ടുപേരെയും കൂടെ കൂട്ടുക. ഇനി ഇത് രണ്ടും ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? 50+ ഉണ്ട്. അപ്പം 70ഉം 40ഉം ഈ 50ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 160 എന്ന് കിട്ടും. അപ്പം 200ൽ 160 പേർക്ക് ഏതെങ്കിലും എന്തെങ്കിലും ഇഷ്ടമുണ്ട്. അപ്പോൾ ഒന്നും ഇഷ്ടമില്ലാത്ത എത്ര പേരാണ്? 200 മൈനസ് 160 ആണ്. അപ്പം ആൻസർ എത്ര കിട്ടും? 40 എന്ന് കിട്ടും. അപ്പോൾ ഈ 40 പേർക്കാണ് എന്ത്? ഒന്നും ഇഷ്ടമില്ലാത്തത്. ടീ മാത്രം ഇഷ്ടമുള്ളത് 70 പേരുണ്ട്. കോഫി മാത്രം ഇഷ്ടമുള്ള 40 പേരുണ്ട്. രണ്ടും കൂടെ ഇഷ്ടമുള്ള 50 പേരുണ്ട്. ഒന്നും ഇഷ്ടമില്ലാത്ത എത്ര പേരുണ്ട്? ഈ 200ൽ നിന്ന് 70ഉം 40ഉം 50ഉം കൂടെ കൂട്ടിയിട്ട് അത് 200ൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒന്നും ഇഷ്ടപ്പെടാത്തവർ കിട്ടും. അത് 40ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതിനകത്തുള്ള ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് കവറായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും ഇതെല്ലാം ഒന്ന് നേരെ നോക്കിയിട്ട് പോയാൽ നമ്മൾ എത്രത്തോളം പ്രോബ്ലം ചെയ്ത് പഠിക്കുന്നോ അത്രത്തോളം നമുക്കിത് ടോപ്പിക്ക് മനസ്സിലാവാനാണ് ചാൻസ്. അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാം എല്ലാ ടൈപ്പും നോക്കിയിട്ട് പോവുക. എന്തെങ്കിലും ഡൗട്ടുള്ളതൊക്കെ ആണെങ്കിൽ ടീച്ചറുമായിട്ടോ അത് കമൻറ്റ് ബോക്സിലോ മെൻഷൻ ചെയ്താൽ മതി. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.